ശാസ്ത്രീയ പരിശോധനയിൽ നിന്നും ലഭ്യമായി എന്നുള്ളതാണ്. തടി കെട്ടിയ കയറിന്റെ കയറിന്റെ ഭാഗങ്ങൾ നമുക്ക് ലഭ്യമായി എന്നുള്ളതാണ് അതിൽ നിന്നും വ്യക്തമാകുന്നത്. അത് ഏറെക്കുറെ ദൃശ്യങ്ങളിൽ നമുക്ക് അല്പസമയത്തിനകം ലഭ്യമാകുകയും ചെയ്യുമെന്ന് കരുതുന്നു. ലോറിയുടെ മുകളിൽ തടി കെട്ടിയ ലോറിയുമായിട്ടാണ് അർജുൻ പൂനെയിൽ നിന്ന് തിരിച്ചിരുന്നത് കോഴിക്കോട് കല്ലായിലേക്ക്. ആ തടി കെട്ടിക്കൊണ്ടുവന്ന കയറിന്റെ ചില ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്, അതിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും 9 ദിവസമായി നമ്മൾ കാത്തിരിക്കുന്നു. 9 ദിവസമായി നീണ്ട ഒരു കാത്തിരിപ്പാണ്. എത്രമാത്രം ആഗ്രഹിച്ചും മലയാളികൾ ഒന്നടങ്കം ആഗ്രഹിച്ചു അർജുനെ നമ്മൾ വീണ്ടെടുക്കുന്നതിനായി. നമുക്ക് കാണാം ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് വളരെ നീളത്തിൽ, ഒരുപാട് നീളത്തിൽ മണ്ണ് നീക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നു. അത് കേന്ദ്രീകരിക്കുന്നത് ആ ലോറിയുടെ പരിസരം തന്നെയാണ്. KV ബൈജു വീണ്ടും തുടരുന്നു. ബൈജു, ആ ദൃശ്യങ്ങളിൽ ഏറെക്കുറെ ചില സൂചകങ്ങൾ നമുക്കും ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും 2 എക്സ്കവേറ്ററുകളും ഒരേ ദിശയിൽ അത് ആ ലോറിയിലേക്ക് എത്താൻ പാകത്തിൽ മണ്ണ് നീക്കം ചെയ്യുന്ന രീതിയിലാണ് 3 എക്സ്കവേറ്ററുകൾ അല്ലേ? 3 എക്സ്കവേറ്ററുകളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ബൈജുവിന് അവിടെ നിന്ന് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായും ബെൽദോ, ആ AKM അഷ്റഫിന്റെ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാം. ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് മാത്രമാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം അവിടെ നിന്നും കയറിന്റെ അവശിഷ്ടങ്ങൾ കിട്ടി എന്നതാണ്. അത്തരത്തിലുള്ള സൂചനകളും വരുന്നുണ്ട്. എന്തായാലും ഇതിനെല്ലാം ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതിന് ഇനിയും സമയമെടുക്കും, കാത്തിരിക്കും. ആ ലോറി ഇത്തരത്തിൽ പുറത്തേക്ക് എടുക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ നടത്തേണ്ടി വരും. ഔദ്യോഗിക സ്ഥിരീകരണം അതിനുശേഷം മാത്രമേ ഉണ്ടാവൂ. ഏതായാലും ദൃശ്യങ്ങൾ നമ്മോട് പറയും. ദൃശ്യങ്ങൾ തത്സമയം തന്നെ നമുക്ക് കാണിക്കാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു. ഈ പ്രദേശത്തേക്ക് നമ്മൾക്ക് എത്താൻ സാധിച്ചിരിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഒരുപാട് ദിവസങ്ങളായി ഇത്തരത്തിൽ കാത്തിരിക്കുന്നു, ഇതിനകത്തേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ. എന്തായാലും ആ ലോറിയിലെ ആ ചിത്രങ്ങൾ അത് തന്നെയാണ് ഓരോരുത്തരും കാത്തിരിക്കുന്നത്. ഇത്ര ദിവസമായി നമുക്കും ഇതിനകത്ത് കയറാൻ പറ്റിയിട്ടില്ലായിരുന്നില്ല. ആദ്യ 2 പ്രാവശ്യം മാത്രമാണ് ഇവിടെ കയറാൻ സാധിച്ചത്. അതിന്റെ ഭീകരതയൊക്കെ അന്ന് നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇവിടെയുള്ള മണ്ണുകളൊക്കെ വലിയ തോതിൽ മാറ്റിയ ഒരു അവസ്ഥ തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ആദ്യം വരുമ്പോൾ വലിയ തോതിൽ മൺകൂനകളും പാറക്കെട്ടുകളും ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നെങ്കിൽ ഇപ്പോൾ അതെല്ലാം ഇവിടുന്ന് നീക്കം ചെയ്തിരിക്കുന്നു. ഇനി പുഴയിലാണ് ഇത്തരത്തിൽ വലിയൊരു ആ കുന്നിടിഞ്ഞ മണ്ണുള്ളത്. ആ മണ്ണിന്റെ ഒരു ഇടത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലക്ഷ്മണന്റെ കടയുണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ കടയോ വീടോ ഒന്നും തന്നെ ആ മണ്ണിടിച്ചിലിന് ശേഷം ഇല്ലാതായി. എല്ലാം ആ മൺകൂനയിൽ അടിഞ്ഞില്ലാതായി. ആ പ്രദേശത്താണ് അതിന് മുൻപ്, അതിന് തൊട്ട് എതിർവശമായിരിക്കും ഒരു പക്ഷേ അർജുൻ ലോറി ഇത്തരത്തിൽ പാർക്ക് ചെയ്ത് വിശ്രമിക്കുന്നുണ്ടായിരുന്നത്. ആ സമയത്തായിരിക്കും ആ 8:30 എന്ന് പറയുന്ന ചൊവ്വാഴ്ചത്തെ ആ സമയത്തായിരിക്കും ഇത്തരത്തിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായതും ആ മണ്ണിന്റെ ശക്തിയിൽ ആ ലോറി എതിർവശത്തെ പുഴയിലേക്ക് നിരക്കിൽ പതിക്കുന്ന സാഹചര്യം ഉണ്ടായതും. ഏതായാലും കുറച്ചുകൂടി കാത്തിരിക്കണം ഔദ്യോഗിക സ്ഥിരീകരണത്തിന്. അതിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നമുക്ക് ദൃശ്യം പറയും. ദൃശ്യം തന്നെ തത്സമയം ആ ദൃശ്യം നമുക്ക് കാണിക്കുന്നുണ്ട്. AKM അഷ്റഫ് വീണ്ടും പ്രതികരിച്ചിരുന്നു. ഔദ്യോഗിക സ്ഥിരീകരണമല്ല, ഔദ്യോഗിക സ്ഥിരീകരണം നൽകാൻ അദ്ദേഹത്തിന് പറ്റില്ല. അത് സൈന്യമാണ് നൽകേണ്ടത്, അല്ലെങ്കിൽ ഈ തെരച്ചിലിന് നേതൃത്വം നൽകുന്നവരാണ് നൽകേണ്ടത്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ആ ലോറി പുറത്തെടുക്കുമെന്നാണ് AKM അഷ്റഫിന്റെ വാക്കുകൾ. 100% അദ്ദേഹം പറഞ്ഞത്. ആ സ്ഥലം കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു. അവിടെ നിന്നും കുറേയേറെ മണ്ണുകൾ അവിടെ നിന്ന് മാറ്റാനുണ്ട്. 7-8 JCBയും ഒപ്പം ഭൂമി മിഷനും ഉൾപ്പെടെ എല്ലാം അത് ഒരേ കേന്ദ്രത്തിൽ, ഒരേ സ്ഥലത്ത് കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്നു. ഏതായാലും അല്പസമയത്തിനകം തന്നെ നമുക്കൊരു നല്ല വാർത്ത അത് കൃത്യമായ സ്ഥിരീകരണത്തോടെ നൽകാൻ കഴിയും. എന്തായാലും ഇപ്പോൾ AKM അഷ്റഫിന്റെ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാം. അതിൽ തന്നെ നമുക്ക് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം. ദൃശ്യങ്ങളെല്ലാം കൃത്യമായി കാട്ടിത്തരും. എൽദോ, തീർച്ചയായും 9ാം നാൾ ഷിരൂരിൽ നിന്ന് ആശ്വാസത്തിന്റെ വാർത്തകളാണ് വരുന്നത്. അവിടെ ലോറി കണ്ടെത്തിയെന്ന സൂചനകൾ വരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപകട സ്ഥലത്ത് നിന്ന് തത്സമയമുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ആ ലോറിയുടേതെന്ന് പറയുന്ന ദൃശ്യങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും. അവിടെ ലോറി കയറ്റിയ തടിയെ കെട്ടിവെച്ചിരിക്കുന്ന കയറിന്റെ ഭാഗങ്ങൾ പുറത്തു വരുന്നു. അത് ലോറി തന്നെ എന്ന് സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ്. പക്ഷേ ഔദ്യോഗികമായ സ്ഥിരീകരണം പിന്നീട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമുക്കറിയാം ആ സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം ഉള്ള മണ്ണ് നീക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അതിന്റെ സ്ഥിരീകരണത്തിലേക്ക് കടക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ നിന്ന് ആ സ്ഥലത്ത് നിന്ന് ആ സ്പോട്ടിലേക്ക് എല്ലാ സന്നാഹങ്ങളും എത്തുന്നു. അവിടെ കേന്ദ്രീകരിച്ച് മണ്ണ് നീക്കൽ പുരോഗമിക്കുന്നു. അതാണ്
നമ്മൾ കാണുന്നത്. 9 നാൾ നീണ്ട തിരച്ചിലാണ്. 9ാം നാളാണ് പ്രതീക്ഷയുടെ നാമ്പ് കണ്ടു തുടങ്ങിയിരിക്കുന്നത്. അത് ലോറി തന്നെ എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണമാണ് ഇനി വരേണ്ടത്. അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മണ്ണ് നീക്കലാണ് പുരോഗമിക്കുന്നത്. AK അഷ്റഫ്, ആദ്യം